തിരുവനന്തപുരം വെമ്പായം സ്വദേശി നാസറുദ്ദീൻ ദുബായിൽ തൊഴിൽ സ്ഥലത്ത് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട സംഭവം കൊലപാതകമാണെന്ന് ബന്ധുക്കളുടെ പരാതി. കൊലപാതകത്തിന് പിന്നിൽ കണ്ണൂർ സ്വദേശികളായ ബിസിനസ് പങ്കാളികളാണെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. കൊലപാതകത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തുന്നതിനും മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനും ഇടപെടണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ മുഖ്യമന്ത്രിക്കും കേന്ദ്ര വിദേശകാര്യമന്ത്രിക്കും പരാതി നൽകി. എന്റെ ഭർത്താവിനെ എത്രയും പെട്ടെന്ന് നാട്ടിൽ കൊണ്ടുവരാനുള്ള സംവിധാനം ചെയ്യണം. ഗൾഫിൽ നിന്ന് ഭർത്താവിന്റെ മടങ്ങിവരവ് പ്രതീക്ഷിച്ചിരിക്കെ ഭർത്താവിന്റെ അപ്രതീക്ഷിത മരണവാർത്ത കേട്ട് ഹൃദയം തകർന്ന ഭാര്യ സജിതയുടെ വിലാപമാണിത്. തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായം പാലമൂട് NT ഹൗസിൽ നാസറുദ്ദീൻ ദുബായിലെ ജബൽ അലി എന്ന സ്ഥലത്ത് വെച്ച് വെന്തു മരിച്ചു എന്ന സന്ദേശമാണ് മെയ് 16-ന് ബന്ധുക്കൾക്ക് ലഭിച്ചത്. 14 വർഷമായി ഗൾഫിൽ ഫർണിച്ചർ കമ്പനി നടത്തിവരികയായിരുന്നു നാസറുദ്ദീൻ. കണ്ണൂർ സ്വദേശികളായ 2 വ്യക്തികളും നാസറുദ്ദീന്റെ ബിസിനസ്സിൽ പങ്കാളികളായിരുന്നു. ഫർണിച്ചർ കമ്പനിയോട് ചേർന്ന വീട്ടിലാണ് നാസറുദ്ദീൻ താമസിച്ചിരുന്നത്. ഇവ ഒരുമിച്ച് തീപിടിക്കുകയും അതിനുള്ളിൽ നാസറുദ്ദീൻ വെന്തുമരിക്കുകയുമായിരുന്നു എന്നായിരുന്നു ബന്ധുക്കൾക്ക് ആദ്യം ലഭിച്ച വിവരം. എന്നാൽ സാഹചര്യ തെളിവുകൾ കൊലപാതകത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് ഗൾഫിലുള്ള നാസറുദ്ദീന്റെ സുഹൃത്തുക്കൾ ബന്ധുക്കളെ അറിയിച്ചു. പാർട്ട്ണർമാരെയാണ് നമുക്ക് സംശയം. അവിടെ നിന്നുള്ള റിപ്പോർട്ടും അങ്ങനെയായിരുന്നു. പുറത്ത് കതവ് കുറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഗോഡൗണിൻ്റെ ഈ ഫർണിച്ചർ കമ്പനിയുടെ പുറം ലോക്കായിരുന്നു, അകത്താണ് ബോഡി കിടന്നത്. നാസറുദ്ദീന്റെ ഭൗതിക ശരീരമെങ്കിലും നാട്ടിലെത്തിച്ച് അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കാൻ അനുവദിക്കണമെന്നാണ് ഭാര്യ സജിതയുടെയും മക്കളുടെയും അപേക്ഷ. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സർക്കാർ ഇടപെടണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെടുന്നു. നാസറുദ്ദീന്റെ അപ്രതീക്ഷിത മരണത്തോടെ ഭാര്യയും വിദ്യാർത്ഥികളായ 2 പെൺമക്കളും അടങ്ങിയ കുടുംബം അനാഥമായി. ബിജു ഗോപിനാഥ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.